Hi everyone, I am Faiza Shafi. Hope you are familiar with me from previous videos. Today we can discuss about our BPCG 171 General Psychology. It is a uh, course we can study in BA Honors. It has 4 blocks and contains 10 units. Today, we can discuss and start with Block 1 Orientation to Psychology. It has 4 units. Today, we can discuss Unit 1. Unit 1 Nature of Psychology and Socio-Cultural Processes of Behavior. It contains 12 structures. In this unit and also this block, we can deal with the general psychology. What is psychology? It is a science or art. After completing this block, we are familiar with the term psychology and what is it. First, we can introduction. Deal with introduction 1.0. Psychology is concerned with almost all aspects of our life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദാറ്റ് ഈസ് വൈ എവ്രി വൺ ഈസ് ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് സൈക്കോളജി. അതുകൊണ്ടാണ് എല്ലാവരും ആർക്കും നമ്മൾ ഓരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ സൈക്കോളജി എന്താണ് എന്ന് അറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ടാകും. ബട്ട് ദർ ആർ മെനി മിസ്കൺസെപ്ഷൻസ് അബൌട്ട് സൈക്കോളജീസ് ടു. പക്ഷേ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും നമുക്കുണ്ട്. Many people think that psychology deals with treating mad people. Some others feel that psychologists can read your mind just by looking at you or your face or forehead. They tend to equate psychologists with astrologers, gemologists, numerologists, palmists or graphologists who claim to solve your problems of life and predict your future. Yes. നമുക്ക് ഓരോരുത്തർക്കും സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അതൊരു മാഡ് പീപ്പിൾസിനെ ചികിത്സിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡാണ് സൈക്കോളജി എന്നാണ്. എന്തെങ്കിലും ഒരു മൈൻഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ പ്രോബ്ലംസ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ പോസ്റ്റ്മോർട്ടം ഡിസീസ്, ഒരു ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒന്ന് സൈക്കോളജിസ്റ്റിനെ കണ്ടു നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് ഭ്രാന്തൊന്നുമില്ലേ, എനിക്ക് ഭ്രാന്തില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ഭ്രാന്തന്മാരാണ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ ചിലർ ചിന്തിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാ ഇപ്പോൾ എൻ്റെ മൈൻഡ് റീഡ് ചെയ്യും, ഇപ്പോൾ എൻ്റെ മൈൻഡ് അയാൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ എൻ്റെ ഫോർഹെഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മുഖം നോക്കിയിട്ട് എൻ്റെ പ്രവൃത്തികൾ നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ മനസ്സിലെന്താണ്, ഇതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ അയാൾ റീഡ് ചെയ്തെടുക്കുവേ എന്നൊക്കെ ഉള്ളൊരു പേടിയും ഒരു ടെൻഷനാണ് എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ചിലർക്ക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഭാവി പറയുന്നവരാണ്. എക്സാമ്പിൾ പാമോളജിസ്റ്റ്, അല്ലെങ്കിൽ ഒരു കൈരേഖ നോട്ടക്കാരൻ, അല്ലെങ്കിൽ ഒരു ജ്യോതിഷം, അങ്ങനെയുള്ളവരൊക്കെ ഒരു ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള ഒരാളാണ് സൈക്കോളജിസ്റ്റ് എന്ന് ഫ്യൂച്ചർ ഒക്കെ നമുക്ക് പറഞ്ഞു തരും. ആ ഒരു ചിന്തയും ചില ആൾക്കാർക്കുണ്ട്. യു മൈറ്റ് ഹാവ് ഹേർഡ് ദി ടേം സൈക്കോളജി, സൈക്കോളജിക്കൽ, മെൻ്റൽ എക്സെട്ര. ഈ ഒരു ടേംസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? But do you know what is it meaning of psychology and how did it involve? Is psychology a science or art? How our brain structures affect our behavior? What is the role of perception, attention, learning, motivation and emotions in shaping our behavior? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണോ, അതൊരു ആർട്ടാണോ, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജി, അതെങ്ങനെ നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇതൊക്കെ എങ്ങനെ ഇൻവോൾവ് ആകുന്നു, അത് എന്തൊക്കെ ചെയ്യുന്നു, ഈ ഉള്ള ഓരോ ചോദ്യങ്ങൾക്കും ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഇതിനൊക്കെ നമുക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും ഈ ഒരു യൂണിറ്റ് നന്നായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 1.1 സ്ട്രക്ചറിൽ പറയുന്നത് ആഫ്റ്റർ ഫിനിഷിങ് ദിസ് യൂണിറ്റ് യു വുഡ് ബി ഏബിൾ ടു. നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യു വുഡ് ബി ഏബിൾ, നമ്മൾ ഒരു കഴിവുള്ളവരാവാം. എങ്ങനെയുള്ളത്? അണ്ടർസ്റ്റാൻഡ് ദി ഒറിജിൻ ആൻഡ് നാച്ചർ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ഒറിജിനും തുടക്കവും അതിൻ്റെ ആ ഒരു നേച്ചറും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നെക്സ്റ്റ് ആർട്ടിക്കുലേറ്റ് ദി സയൻറ്റിഫിക് നേച്ചർ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ സയൻറ്റിഫിക് നേച്ചർ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നോ ദ സ്കോപ്പ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ആപ്ലിക്കേഷനും അതിനുള്ള ഒരു സ്കോപ്പും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സ്റ്റഡി സൈക്കോളജി. സൈക്കോളജി പഠിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് സോഷ്യോ കൾച്ചർ പ്രോസസ്സസ് അണ്ടർലൈൻ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ അണ്ടർലൈൻ ചെയ്യുന്ന സോഷ്യോ കൾച്ചർ പ്രോസസ്സസ് ഒക്കെ എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ റോൾ എന്താണ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് 1.2 സ്ട്രക്ചർ സൈക്കോളജി ഇറ്റ്സ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ. ഈ ഒരു സ്ട്രക്ചറിൽ സൈക്കോളജിയുടെ ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു തുടക്കം എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദി ഒറിജിൻ ഓഫ് സൈക്കോളജി ഡേറ്റ്സ് ബാക്ക് ടു 1870s. 1870കളിലാണ് സൈക്കോളജി സ്റ്റാർട്ടായി തുടങ്ങിയത്. അങ്ങനെ ഒരു ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയത്. ദ ടേം സൈക്കോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്. സൈക്കോളജി എന്ന് പറയുന്ന ടേം എവിടുന്നാണ് വന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്, എവിടുന്നാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് പറയുന്നത്. അതൊരു 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഫസ്റ്റ് വൺ സൈക്കെ, ഇറ്റ് മീൻസ് സോൾ ഓർ ബ്രെത്ത്. സൈക്കെ PSYCHE, സോൾ ഓർ ബ്രെത്ത്, ആത്മാവ് അല്ലെങ്കിൽ ശ്വാസം, ഇതൊക്കെയാണ് അതിനെ അർത്ഥമാക്കുന്നത്. ആൻഡ് ലോഗോസ് LOGOS മീൻസ് നോളജ് ഓർ സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സംതിങ്. അറിവ് അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അന്വേഷിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദ വേർഡ് സൈക്കോളജി വാസ് നോട്ട് ഇൻ കോമൺ യൂസ് ബിഫോർ ദി 19th century. 19ാം നൂറ്റാണ്ടിന് മുൻപ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം യൂസിലില്ലായിരുന്നു. And the field of psychology did not actually become an independent science until the middle of the 19th century. 19th centuryയുടെ പകുതിയൊക്കെ ആഴപ്പോഴാണ് ഇങ്ങനെ ഒരു ടേമൊക്കെ യൂസ് ചെയ്യാനും ഇങ്ങനെ ഒരു വസ്തുത ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയത്. Psychology emerged as an independent academic discipline in 1879 when a German professor, Wilhelm Wundt, established the first psychology laboratory at the University of Leipzig, Germany. യെസ്, ഒരു ജർമ്മൻ പ്രൊഫസർ നെയ്മഡ് വിൽഹെം വുണ്ടിറ്റ് ആണ് ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി തുടങ്ങിയത് 1879. അതെവിടെയാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീപ്സിഗ്, ജർമ്മനി. അക്കോർഡിംഗ് ടു ബോൾസ്, വുണ്ടിറ്റ് വാസ് എ മെഡിക്കൽ ഡോക്ടർ ബൈ ട്രെയിനിങ് ആൻഡ് ഏർലി ഇൻ ഹിസ് കരിയർ. വുണ്ടിറ്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു മുൻകാലങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറായിട്ടായിരുന്നു കരിയർ സ്റ്റാർട്ട് ചെയ്തത്. He was fortunate to work with some of the great physiologists of the 19th century. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ഫിസിയോളജിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഫിറ്റിംഗ്ലി ഹിസ് ലബോറട്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി ടൈം ഹി സ്പെൻഡ് ആസ് എ പ്രൊഫസർ ഓഫ് ഫിലോസഫി. പക്ഷേ അദ്ദേഹം ഈ ഒരു ലബോറട്ടറി, സൈക്കോളജിക്കൽ ലബോറട്ടറി ഉണ്ടാക്കിയെടുക്കുന്നത് ഫിലോസഫിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. പ്രൊഫസർ ഓഫ് ഫിലോസഫി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അങ്ങനെ ഒരു ലാബ് ഉണ്ടാക്കിയെടുത്തത്. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിസിയോളജിയുടെയും ഫിലോസഫിയുടെയും ഒരു കൂടിച്ചേർന്ന ഒരു സംഭവമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് മാറിപ്പോകരുത്. ഫിസിയോളജി പ്ലസ് ഫിലോസഫി ഈസ് ഈക്വൽ ടു സൈക്കോളജി. ഓക്കെ. 1879 is seen as the year in which the psychology finally emerged as a unique field. 1879 ആണ് സൈക്കോളജി ഒരു യുണീക്ക് ഫീൽഡായിട്ട് മാറിയ വർഷം. വുണ്ടിറ്റ് അദ്ദേഹത്തിനൊരു മേജർ സൈക്കോളജി ആയിട്ട് മാറാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്തെ പോലെ ആ സമയത്ത് ഒരു സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റോ ഒന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ കുറിച്ചുള്ള പഠനം നടത്തിയത്. സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ കുറിച്ചുള്ള പഠനം അദ്ദേഹം നടത്തിയത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് നോക്കിയിട്ട്, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് നോക്കി എന്തിനൊക്കെ കുറിച്ച്, സച്ച് ആസ് സെൻസേഷൻസ്, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഇതൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ മൈൻഡിനെ കുറിച്ചുള്ള സ്ട്രക്ചറൊക്കെ അദ്ദേഹം പഠിച്ചെടുക്കാൻ തുടങ്ങി. Thus, formally, psychology was recognized as an independent science in 1879. 1879 സൈക്കോളജി ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് മാറിയത്.
Let us now look at how psychology has been defined. Psychology എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1.2.1 structure definition of psychology. Psychology has been defined in a number of ways by various authors. Psychologists has been debating on whether psychology should focus on mind, consciousness or behavior. സൈക്കോളജിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് കാലാകാലങ്ങളായിട്ട് ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും സൈക്കോളജിസ്റ്റ് ഡിബേറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി ഏതിൽ ഫോക്കസ് ചെയ്യണം, മൈൻഡിലാണോ കോൺഷ്യസ്നെസ്സിലാണോ അതോ നമ്മുടെ ബിഹേവിയറിലാണോ ഈ ഒരു ശാഖ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. Let us look at how the definition of psychology have come a long way over the past 130 years. 130 വർഷത്തോളമായിട്ട് വരുന്ന ഈ ഒരു സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First definition, psychology is the science of human and animal behavior. It includes the application of the sciences to human problems. ഇത് 1986 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. Second one, the scientific study of behavior and mental processes. ഇത് 1996 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. The scientific study of behavior and mental processes and how they are affected by an organism's physical state, mental state and external environment. ഇത് 1997 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. Next one, psychology is all about human behavior, about mental processes and about the context in which behavior and mental processes occurs. ഇത് 1998 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. The science of behavior and mental processes. ഇത് 1998 തന്നെ വന്നിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനാണ്. Psychology is the science of behavior and mental processes. The science of behavior and cognitive processes. ഈ ഒരു ഡെഫിനിഷൻ 1999 വന്നിട്ടുള്ള ഡെഫിനിഷനാണ്. ദാറ്റ് മീൻസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. നെക്സ്റ്റ് വൺ, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ് 2003 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. സൈക്കോളജിക്ക് വന്നിട്ടുള്ള കാലാകാലങ്ങളായിട്ട് വന്നിട്ടുള്ള സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് ആണ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, a science in which behavior and other evidences is used to understand the internal processes leading people and members of other species to behave as they do. 2004 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ, 2006, 2007, 2008 ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഡെഫിനിഷനാണ്. ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. നെക്സ്റ്റ് വൺ, ദി സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. ഇത് 2008 വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. ദി സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. ഈ ഒരു ഡെഫിനിഷൻസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആകെ മൊത്തത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്, ബോത്ത് ഹ്യൂമൻ ആൻഡ് ആനിമൽ അല്ലേ. ഇനി നമുക്കൊരു സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ് സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. കാരണം ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇത് മനസ്സിലാക്കി എന്നുള്ളത് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ സ്റ്റേറ്റ് വെദർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് വൺ, സൈക്കോളജി ഈസ് ഓൾ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ, അബൌട്ട് മെൻ്റൽ പ്രോസസ്സസ് ആൻഡ് അബൌട്ട് ദി കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ് occur. True or false? That is for you, not by me. You can answer that. Second one, psychology is the science of human behavior only. State whether it is true or false. Third one, psychologists are like astrologers, gemologists, numerologists, palmists or graphologists who can predict your future. True or false? Fourth one, earlier psychology was part of philosophy. True or false? And fifth and the last one, Wundt is recognized as the father of modern psychology. State this all whether it is true or false. Okay, then comment below if you have any questions or any not understand any parts. Okay, thank you all, have a nice day.